ഹലോ ഗൈസ്, നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ ഇവിടെ ചൂടോടെ വന്നിട്ടുണ്ട്. SSCയുടെ അപ്ഡേറ്റഡ് കാലണ്ടർ പ്രകാരം നമ്മുടെ SSCയുടെ സെലക്ഷൻ പോസ്റ്റ് എക്സാമിനേഷൻ ഈ വരുന്ന ജൂൺ 2-ാം തീയതി അതിന് നോട്ടിഫിക്കേഷനോടൊപ്പം വരുമെന്നായിരുന്നു നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇത് നമ്മുടെ SSCയുടെ അപ്ഡേറ്റഡ് കാലണ്ടറിൽ നമ്മൾ ഡേറ്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതാ നമ്മുടെ സെലക്ഷൻ പോസ്റ്റ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. SSCയുടെ അപ്ഡേറ്റഡ് കാലണ്ടർ പ്രകാരം പറഞ്ഞിരിക്കുന്ന അതേ ഡേറ്റിലാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. സോ ജൂൺ 2-ാം തീയതി നോട്ടിഫിക്കേഷൻ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. സോ നമ്മുടെ ആപ്ലിക്കേഷൻ വിൻഡോ ആകെ 23-ാം തീയതി വരെ, സോ ഏകദേശം ഒരു 3 ആഴ്ച കാലം മാത്രമാണ് ആക്റ്റീവ് ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോഴെല്ലാവരും ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താണ് ഈ എക്സാമിനേഷൻ, അതിൻ്റെ ചെറിയൊരു ഓവർവ്യൂ ഇതാ നമ്മൾ ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യുകയാണ്. സോ നമ്മുടെ SSCയുടെ സെലക്ഷൻ പോസ്റ്റ് എക്സാമിനേഷൻ ഇതിൻ്റെ ഫേസ് 13 ആണ് 2025 നടത്തപ്പെടുന്നത്. അപ്പോൾ ഞാൻ ഇതിന് മുൻപത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെലക്ഷൻ പോസ്റ്റ് എന്ന് പറയുന്നത് CGL പോലെയോ CHSL പോലെയോ അങ്ങനെ വരുന്ന ഒരു ടൈപ്പ് ഓഫ് എക്സാമിനേഷൻ അല്ല. നമ്മുടെ SSCയുടെ പല ഡിപ്പാർട്ട്മെൻറ്റ്സിലും അല്ലെങ്കിൽ പല കാറ്റഗറീസിലും മിനിസ്ട്രീസിലും ഒക്കെ ചെറിയ ചെറിയ വേക്കൻസീസ് വരുമ്പം അല്ലെങ്കിൽ ഓൾറെഡി നടത്തപ്പെടുന്ന എക്സാംസിൽ ചില വേക്കൻസീസ് ഫില്ല് ചെയ്യപ്പെടാതെ വരുന്ന സമയത്ത് ആ വേക്കൻസീസിന് വേണ്ടി ഒരു ഇൻഡിവിജ്വൽ എക്സാം നടത്തുന്നത് SSCക്ക് ചിലപ്പോൾ വയബിൾ ആവണം എന്നില്ല. സോ അങ്ങനെ വരുന്ന കേസിൽ ഒരു വർഷത്തെ പല ഡിപ്പാർട്ട്മെൻറ്റ്സിൽ ഫില്ല് ചെയ്യപ്പെടാതെ വരുന്ന വേക്കൻസീസും പുതിയതായിട്ടുണ്ടാവുന്ന ചെറിയ വേക്കൻസീസും ഒക്കെ കളക്റ്റീവ്ലി ഫില്ല് ചെയ്യാൻ വേണ്ടി SSC നടത്തുന്ന എക്സാമിനേഷനാണ് SSCയുടെ സെലക്ഷൻ പോസ്റ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 3 ലെവലിലാണ് ഈ എക്സാമിനേഷൻ നടത്തപ്പെടുന്നത്. അതായത് മെട്രിക്കുലേഷൻ ലെവൽ ഉണ്ട്, 12th ലെവൽ അതായത് ഹയർ സെക്കൻഡറി ലെവൽ ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഗ്രാജുവേഷൻ ലെവലും എക്സാം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഇനി വഴിയെ പറയാം. അപ്പോൾ നമുക്ക് ഇവിടെ SSCയുടെ കാലണ്ടർ പ്രകാരം എക്സാമിനേഷൻ്റെ ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ജൂലൈ 24 മുതൽ ഓഗസ്റ്റ് 4-ാം തീയതി വരെ ആയിരുന്നു. സോ നമ്മുടെ ഇപ്പോൾ വന്ന നോട്ടിഫിക്കേഷനിലും അത് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ജൂലൈ 24-ാം തീയതി മുതൽ ഓഗസ്റ്റ് 4-ാം തീയതി വരെയാണ് നമ്മളുടെ എക്സാമിനേഷൻ നടക്കുക. സോ ആപ്ലിക്കേഷൻ വിൻഡോ സ്റ്റാർട്ടായി ആകെ 3 ആഴ്ചത്തേക്ക് മാത്രമാണ് നമുക്കിവിടെ അപ്ലൈ ചെയ്യാനായിട്ടുള്ള സമയമുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫർദർ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് ഈ എക്സാമിനേഷൻ്റെ സ്കീം എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും കൂടെ നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ എക്സാമിൻ്റെ സ്കീമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇവിടെ 3 ലെവലിലായിട്ടാണ് നമ്മുടെ എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത്. സോ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ, 10+2 ലെവൽ ഉണ്ട്, മെട്രിക്കുലേഷൻ ലെവൽ ഉണ്ട്, അതുപോലെ തന്നെ ഗ്രാജുവേഷൻ ലെവൽ ഉണ്ട്. അപ്പോൾ ഈ 3 എക്സാമിനേഷൻ്റെയും സ്കീം എന്ന് പറയുന്നത് ഇവിടെ സെയിം ആണ്. നമ്മുടെ SSCയുടെ ഒക്കെ CGLൻ്റെ എക്സാം ഒക്കെ പോലെ തന്നെയാണ് ഇവിടെ ഇതിൻ്റെ എക്സാം പാറ്റേൺ വരുന്നത്, അല്ലെങ്കിൽ CHSLൻ്റെ പോലെ തന്നെയാണ് എക്സാമിൻ്റെ പാറ്റേൺ വരുന്നത്. ഇവിടെ 4 സബ്ജക്ട്സ് ആണുള്ളത്: ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ അവയർനെസ്, ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. അപ്പോൾ ഈ 4 സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. ഇനി വീണ്ടും ഓരോ സബ്ജക്റ്റിനും ഇവിടെ കംപ്ലീറ്റ്ലി തുല്യ വെയിറ്റേജ് ആണ്. എന്ന് വെച്ചാൽ എല്ലാത്തിൽ നിന്നും ഈക്വൽ നമ്പർ ഓഫ് ചോദ്യങ്ങളാണ് വരുന്നത്. സോ 25 ക്വസ്റ്റ്യൻസ് ആണ് ഓരോ സെക്ഷനിൽ നിന്നും ചോദിക്കുക. ഒരു ക്വസ്റ്റിന് 2 മാർക്ക് വീതമാണ് ഇവിടെ വെയിറ്റേജ് വരുന്നത്. സോ ടോട്ടൽ 200 മാർക്കിലായിരിക്കും നിങ്ങളുടെ എക്സാം ഇവിടെ നടത്തപ്പെടുന്നത്. ആൻഡ് 1 മണിക്കൂറാണ് നമ്മുടെ എക്സാമിനേഷൻ്റെ സമയം എന്ന് പറയുന്നത്. സോ ഡെഫിനറ്റ്ലി നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ കറക്റ്റ് ആക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ 2 മാർക്ക് കിട്ടും. തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ 1/2 മാർക്ക് പോകും. അപ്പോൾ 2 ക്വസ്റ്റ്യൻസ് തെറ്റിച്ചാൽ നിങ്ങൾക്ക് 1 മാർക്ക് പോകും. 4 ക്വസ്റ്റ്യൻസ് തെറ്റിച്ചാൽ നിങ്ങൾക്ക് കറക്റ്റ് ആൻസറായി കിട്ടിയ ഒരു ചോദ്യത്തിൽ 2 മാർക്ക് അവിടെ പോകും. ഓക്കെ, അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് എക്സാമിനേഷൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് ആണ്. നിങ്ങൾക്ക് ഇതിൽ ഏത് മീഡിയത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ആപ്ലിക്കേഷൻ്റെ സമയത്ത് തന്നെ നിങ്ങളുടെ ലാംഗ്വേജ് പ്രിഫറൻസ് നിങ്ങളിവിടെ കൊടുക്കേണ്ടതായിരിക്കും. ഇനി നമ്മുടെ ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് ആക്ച്വലി 100 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മുടെ 100 രൂപ എന്ന് പറയുന്നത് SSCയുടെ എല്ലാ എക്സാമിനേഷനും അതേ ആപ്ലിക്കേഷൻ ഫീസ് തന്നെയാണ് വരുന്നത്. പക്ഷേ നമ്മുടെ നോർമലായിട്ട് വരുന്ന റിലാക്സേഷൻസ് ഒക്കെ ഇവിടെയും നമുക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതായത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനൊന്നും അവിടെ ഫീസ് ഉണ്ടാവാറില്ല സാധാരണ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 3 ലെവൽ എക്സാമിനേഷൻ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. മെട്രിക്കുലേഷൻ ലെവൽ ഉണ്ട്, അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി ലെവൽ ഉണ്ട്, വീണ്ടും ഇവിടേക്ക് ഗ്രാജുവേഷൻ ലെവൽ ഉണ്ട്. അപ്പോൾ ഈ 3 എണ്ണത്തിലും ഒരേ പാറ്റേൺ ആണ്, നിങ്ങൾക്ക് അതിവിടെ കാണാൻ പറ്റുന്നുണ്ടാകും. പക്ഷേ ഇതിൻ്റെ സിലബസിൻ്റെ വെയിറ്റേജിൽ അല്ലെങ്കിൽ ഇതിൻ്റെ എൻറ്റയർ സിലബസിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾ മെട്രിക്കുലേഷൻ ലെവലിൻ്റെ ജനറൽ ഇൻ്റലിജൻസ് നോക്കുകയാണെങ്കിൽ
നോൺ വെർബൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതുകൂടാതെ വെർബൽ ആയിട്ടുള്ള സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്, പ്രോബ്ലം സോൾവിങ്, ജഡ്ജ്മെൻറ്റ്, ഡിസിഷൻ മേക്കിംഗ്, റിലേഷൻഷിപ്പ്, പിന്നെ വീണ്ടും ക്ലാസിഫിക്കേഷൻ, സീരീസ്, അങ്ങനെ ഒരുപാട് ടോപ്പിക്സ് ഉണ്ടായിരിക്കും. ഇനി അതുപോലെ തന്നെ ഇവിടെ ഹയർ സെക്കൻഡറിയിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സിലബസിൻ്റെ വലിപ്പം കുറച്ചും കൂടി കൂടിയത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ. ഇനി ഗ്രാജുവേഷൻ്റെ ലെവലിലേക്ക് പോവുകയാണെങ്കിൽ വീണ്ടും അതിൻ്റെ വലിപ്പം ഇത്തിരി കൂടി കൂടും. സോ ഞാനിത് ഓരോന്നായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല. സോ സെലക്ഷൻ പോസ്റ്റ് എന്താണ്, എങ്ങനെ അപ്ലൈ ചെയ്യാം തുടങ്ങിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസുമായിട്ട് നമ്മുടെ റിജിൻ സാറിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ കഴിഞ്ഞ ആഴ്ച വന്നിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ എൻറ്റയർ എന്താണ് സെലക്ഷൻ പോസ്റ്റ് എന്നുള്ള നിങ്ങളുടെ എല്ലാ സംശയങ്ങളും മാറാൻ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മളിവിടെ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ നോട്ടിഫിക്കേഷൻ റിലീസ് ആയിട്ടുണ്ട്, ആപ്ലിക്കേഷൻ വിൻഡോ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ ആരും മറക്കണ്ട. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, നമ്മുടെ SSC സെലക്ഷൻ പോസ്റ്റ് എന്ന് പറയുന്നത് ബാക്കിയുള്ള എക്സാംസ് പോലെയുള്ള സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആണ് എന്നുള്ള കാര്യം. അപ്പോൾ ഇവിടെ വേക്കൻസീസ് വരുന്നതും സെപ്പറേറ്റ് ആയിട്ടുള്ള വേക്കൻസീസ് ആണ്. ഇപ്പോൾ നിങ്ങളിവിടെ സ്ക്രീനിൽ കാണുന്നുണ്ടാവും ഒരു ബ്ലൂ കളർ ലിങ്ക് ഇവിടെ ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ ഞാൻ ഈ ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് എങ്ങോട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നതെന്ന് ജസ്റ്റ് നോക്കാം. നിങ്ങൾക്ക് ഇവിടേക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ, ഒരു എക്സ്റ്റേണൽ സൈറ്റിലേക്ക് അത് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ആ സൈറ്റിൽ നമ്മളിവിടെ എന്താ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണിത്. ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും താഴെ സെലക്ഷൻ പോസ്റ്റ് എന്ന് കാണാം. അതിൻ്റെ കൂടെ നമുക്കിവിടെ റീജിയൻ സെലക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ കേരള കർണാടക റീജിയൻ ആണ്. എന്നിട്ട് അതിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ വരുന്ന എല്ലാ ജോലികളുടെയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അല്ലേ. ഇതിവിടെ നോക്കിക്കേ, ഡ്രൈവർ കം മെക്കാനിക്, അതിൻ്റെ പേ സ്കെയിൽ 21,700 to 6,900. വീണ്ടും ലൈബ്രറി ഇൻഫർമേഷൻ അസിസ്റ്റൻറ്റ്, ടെക്നിക്കൽ ക്ലർക്ക്, അങ്ങനെ ഒരുപാട് ജോലികൾ ഇവിടെ നിങ്ങൾക്ക് പല പേജസ് ആയിട്ട് സ്ക്രോൾ ചെയ്ത് നോക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇവിടേക്ക് നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇതിൽ ചിലത് വരുന്നത് മെട്രിക്കുലേഷൻ ലെവൽ പോസ്റ്റുകളായിരിക്കും, ചിലത് വരുന്നത് ഹയർ സെക്കൻഡറി ലെവൽ പോസ്റ്റുകളായിരിക്കും, ചിലത് വരുന്നത് ഗ്രാജുവേഷൻ ലെവൽ പോസ്റ്റുകളായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. വ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പോസ്റ്റ് കോഡും അതിൻ്റെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ. ജോബ് റിക്വയർമെൻറ്റ്സ്, ഡ്യൂട്ടീസ്, ഇതിവിടെ ഗ്രാജുവേഷൻ ആൻഡ് അബവ് ആണ് ഈ എക്സാമിൻ്റെ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വന്നിരിക്കുന്ന ഏജ് ലിമിറ്റ് ഓരോന്നിനും സ്പെസിഫിക് ആണ്. ജനറൽ ഏജ് ലിമിറ്റ് ആണിത്, 18 to 25 എന്ന് കാണാം. ഫീമെയിൽ, മെയിൽ ആൻഡ് ട്രാൻസ്ജെൻഡർ ഈ കാറ്റഗറിയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ ടോട്ടൽ വേക്കൻസീസ് ഇവിടെ 15 ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ SSCയുടെ സെലക്ഷൻ പോസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻസ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇപ്പം ഫോർ എക്സാമ്പിൾ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ വന്നിരിക്കുന്ന ഡീറ്റെയിൽസ് നിങ്ങൾ ഇവിടേക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, സോ ത്രൂ ഔട്ട് ഇത് അപ്പോൾ അവിടെ ടോട്ടൽ 18 വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് ഗ്രാജുവേഷൻ ആൻഡ് അബവ് വന്നിരിക്കുന്ന ഒരു പോസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ നോട്ടിഫിക്കേഷനിൽ നമ്മുടെ സെക്കൻഡ് പേജിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാം ആ ഒരു ലിങ്ക്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഏതൊക്കെ പോസ്റ്റുകളിലാണോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് അതിലേക്കൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഒരു പോസ്റ്റിന് നിങ്ങൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതായത് ഓരോ പോസ്റ്റിനും ഒറ്റ തവണയല്ല നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതായത് കളക്റ്റീവായിട്ടല്ല നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഏതൊക്കെ പോസ്റ്റാണോ അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം. പക്ഷേ എക്സാം ഇവിടെ കോമൺ ആയിട്ടായിരിക്കും വരിക. അതായത് ഇപ്പം 10th സ്റ്റാൻഡേർഡ് വരുന്ന എല്ലാ പോസ്റ്റുകളിലും നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് ഒരു എക്സാം അപ്പിയർ ചെയ്താൽ മതി. ഇനി ഗ്രാജുവേഷൻ ലെവൽ ആണെങ്കിൽ അങ്ങനെ തന്നെ ഒരു ഗ്രാജുവേഷൻ ലെവലിൽ വരുന്ന 5-6 പോസ്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്താൽ അതിന് നിങ്ങൾ ഒറ്റ ഗ്രാജുവേഷൻ ലെവൽ ആയിട്ടുള്ള സെലക്ഷൻ പോസ്റ്റിൻ്റെ എക്സാമിനേഷൻ അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നിങ്ങളോട് നമ്മൾക്ക് പറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ഡേറ്റ്സ് നിങ്ങൾ മറക്കണ്ട. ജൂൺ 23-ാം തീയതി വരെ മാത്രമാണ് ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ടാവുള്ളൂ. സോ ആ സമയം കൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്യാം. SSCയുടെ നോർമൽ എക്സാംസ് അപ്ലൈ ചെയ്യുന്ന അതേ പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ഇവിടെയും ഫോളോ ചെയ്യുന്നത് കേട്ടോ. വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾ ലോഗിൻ ചെയ്യുക, ഫോട്ടോയും സൈനും ഒക്കെ അപ്ലോഡ് ചെയ്യുക, നിങ്ങളുടെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ചെയ്യുക. അതേ പ്രൊസീജിയർ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങളിപ്പം
SSCയുടെ സെലക്ഷൻ പോസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻ പറഞ്ഞ ഡേറ്റിൽ തന്നെ വന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന അടുത്ത നോട്ടിഫിക്കേഷനാണ് നമ്മുടെ SSCയുടെ CGL നോട്ടിഫിക്കേഷൻ അല്ലേ. സോ അപ്പം ഈ വരുന്ന ജൂൺ 9 നോട്ടിഫിക്കേഷൻ വരും. 13th ഓഗസ്റ്റ് തൊട്ട് എക്സാം നടക്കും എന്നാണ് SSCയുടെ അപ്ഡേറ്റഡ് കാലണ്ടർ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. സോ ഓൾറെഡി സെലക്ഷൻ പോസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ അതേപോലെ വന്നതുകൊണ്ട് തന്നെ ഇവിടെയും നമ്മൾ അതേ ഡേറ്റ്സിൽ നോട്ടിഫിക്കേഷൻ വരും എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട. സോ നമ്മളിതാ നിങ്ങൾക്ക് വേണ്ടി ഒരു എൻട്രിയുടെ എഡ്യൂഫെസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ എഡ്യൂഫെസ്റ്റ് 2025 എന്നാണ് നമ്മുടെ എഡ്യൂഫെസ്റ്റിൻ്റെ പേര്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് വരെ എൻട്രിയിൽ പഠിക്കാം. അതായത് ട്രിപ്പിൾ വാലിഡിറ്റി ആണ് നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ 1 ഇയർ കോഴ്സ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂസേഴ്സിന് 3 ഇയേഴ്സിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളൊരു നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ എഡ്യൂഫെസ്റ്റിൻ്റെ ഡീറ്റെയിൽസും നമ്മൾ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒറ്റ ക്ലിക്കിലൂടെ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. ഓക്കെ, സോ ഈ നമ്മുടെ ട്രിപ്പിൾ വാലിഡിറ്റീൻ്റെ കൂടെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പിലും നമ്മൾ നിങ്ങൾക്ക് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ അത് ലൈഫ് ടൈം വാട്സാപ്പ് ഗ്രൂപ്പ് ആക്സസ് ആയിരിക്കും നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഞാനിപ്പോൾ പറഞ്ഞതുപോലെ SSCയുടെ എക്സാംസ് ഒക്കെ കാലണ്ടർ പ്രകാരം തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ SSCക്ക് CGLന് വേണ്ടി ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ക്രാഷ് ബാച്ച് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ ഈ ക്രാഷ് ബാച്ചിൻ്റെ പ്രത്യേകത നമ്മുടെ മോസ്റ്റ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ കവർ ചെയ്യുന്ന ഒരു സിംഗിൾ ബാച്ച് ആയിരിക്കും ഇത്. സോ നമ്മുടെ എക്സാം വരെ നിങ്ങൾക്ക് വാലിഡിറ്റി ഉണ്ടായിരിക്കും. ക്രാഷ് ബാച്ചാണ്. സോ നമ്മുടെ എല്ലാ റെക്കോർഡ് ക്ലാസ്സസിനും നിങ്ങൾക്ക് ആക്സസ് ഉണ്ടാവുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ ലൈവ് ക്ലാസ്സസിനും നിങ്ങൾക്ക് അപ് ടു 30 days അവൈലബിൾ ആയിരിക്കും. ആൻഡ് നിങ്ങളുടെ വീക്കർ ഏരിയാസ് ഏതൊക്കെയാണോ അത് കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്യുന്ന ഒരു വീക്കർ ഏരിയ ഫോക്കസ് സെഷൻസ്, പ്രാക്ടീസ് സെഷൻസും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നീട് കോമെൻ്റ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കും. ഓക്കെ, സോ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ട്രിപ്പിൾ വാലിഡിറ്റി നമ്മുടെ SSCയുടെ കോഴ്സസിന് മാത്രമല്ല ബാങ്കിങ്ങിൻ്റെ കോഴ്സസിനും അവൈലബിൾ ആണ്. സോ നമുക്ക് ഇവിടെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പറും ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ആ നമ്പറിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. ഇനി വരുന്ന എക്സാംസിനെ പറ്റിയിട്ടും എങ്ങനെ പഠിക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടെങ്കിലോ കോഴ്സസിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡൗട്ട്സും ആ നമ്പറിലൂടെ നിങ്ങൾക്ക് നമ്മളുമായിട്ട് ഷെയർ ചെയ്യും. ഓക്കെ, സോ അപ്പം ആരും മറക്കണ്ട, നമ്മുടെ നോട്ടിഫിക്കേഷൻസ് ഇതാ ഇനിയും തുടരെ വരാനുണ്ട്. അപ്പോൾ നമ്മളും നിങ്ങളെ പോലെ തന്നെ വെയിറ്റ് ചെയ്യാണ്. സോ നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ ഉടനെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷൻസിൻ്റെ ചാനൽ നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്തിട്ടാലാണ് നമ്മുടെ ഓരോ വീഡിയോയും അതേ സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, സോ SSCയുടെയും ബാങ്കിങ്ങിൻ്റെയും RRBയുടെയും ഒരു നോട്ടിഫിക്കേഷനും മിസ്സാവാതിരിക്കാൻ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. സോ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.